മഹാവികാസ് അഘാതി സഖ്യത്തെ ചതിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തി ഏകനാഥ് ഷിൻഡെ താൽക്കാലികമായി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആയെങ്കിൽ പോലും അദ്ദേഹത്തെ വിഡ്ഢിവേഷം കെട്ടിച്ചത് ഫട്നാവിസും കൂട്ടരാണെന്നും മനസ്സിലാക്കാൻ സമയം ഏറെ വേണ്ടി വന്നു. 2024 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെയുടെ വിഭാഗത്തിനും സീറ്റുകൾ പലതും കിട്ടിയെങ്കിലും അത് ചതിക്ക് കൂട്ടുനിന്നതിന് കിട്ടിയ ഒരു ഷെയർ മാത്രമാണ്, ഒരു വിഹിതം മാത്രമാണെന്ന് വിഡ്ഢിയായ ഷിൻഡെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഉദ്ധവപക്ഷം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവപക്ഷത്തിന് 20 MLA മാത്രമേ ലഭിച്ചുള്ളൂ. പക്ഷെ എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടിയ BJP ഇങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്? അതും ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി 125 പരം സീറ്റുകൾ നേടിയെടുക്കുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കയറി മഹാരാഷ്ട്രയിൽ BJPക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പോലും 123 സീറ്റുകൾ മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കണം. അവിടെ നിന്നും ഇത്രയധികം നേട്ടം, അതും ലോക്സഭയിൽ തോറ്റു തുന്നമ്പാടി ഗഡ്കരിയെ പോലുള്ളവരുടെ ഭൂരിപക്ഷം വരെ കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാണ് BJP ഇത്രയധികം ലീഡ് നേടിയെടുത്തത്? കള്ളക്കളി നടന്നതിന്റെ സൂചനകൾ ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ, ബൂത്ത് തല അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് പോലെയാണ് ആ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. എന്നിട്ടും ഏകനാഥ് ഷിൻഡെ ഒരു മൂഢനെ പോലെ, പമ്പര വിഡ്ഢിയെ പോലെ കോമാളി വേഷം കെട്ടി NDA ക്യാമ്പിൽ അവരുടെ കൂടെ നിന്നു. അജിത് പവാറിന് പോലും കിട്ടുന്ന സ്വാധീനം, അദ്ദേഹത്തിന് കിട്ടുന്ന വില, അതുപോലും 57 MLA ഏകനാഥ് ഷിൻഡെക്ക് ലഭിക്കുന്നില്ല. BJPയുടെ കണക്കൂട്ടൽ ഇപ്രകാരമാണ്: 132ഉം 40ഉം, അതായത് അജിത് പവാറിന്റെ 40 MLAയും 132 MLA കൂടി ഉണ്ടെങ്കിൽ BJPക്ക്, അതായത് NDAക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. ശിവസേനയെ തകർക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ മഹാരാഷ്ട്രയിലെ ദൗത്യം. അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് അവർ അട്ടഹസിച്ച് ആർത്ത് ഉല്ലസിച്ച് ചിരിക്കുകയാണ്. പക്ഷേ ഇനിയും ഏകനാഥ് ഷിൻഡെക്ക് സമയം താമസിച്ചിട്ടില്ല എന്നും പഴയ അവിഭക്ത ശിവസേനയെ തിരിച്ചു കൊണ്ടുവരാനും മഹാരാഷ്ട്രയിൽ BJPയെ പാഠം പഠിപ്പിക്കാനും ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് സഞ്ജയ് റാവത്ത് ഷിൻഡെയോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഏറെക്കാലത്തെ പിണക്കം മറന്ന് ഒന്നായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോഴും ഏകനാഥ് ഷിൻഡെ കൂടി അവരുടെ ക്യാമ്പിൽ എത്തിയാൽ മാത്രമേ ശിവസേന ഫുൾ സ്വിങ്ങിലേക്ക് നടന്നു നീങ്ങുകയുള്ളൂ. ബാൽ താക്കറയുടെ പാർട്ടിയെ ആരും നശിപ്പിക്കാൻ നോക്കിയാൽ നശിക്കില്ല എന്നും മറാത്തക്കാരുടെ പൊതുവികാരമാണെന്നും ഉറപ്പിച്ച് ഇരിക്കുകയാണ് സഞ്ജയ് റാവത്ത്.